വാർത്തകളിലേക്ക് തിരിച്ചു വരാം. നേര് കൊടുങ്ങല്ലൂരിന്റെ സാംസ്കാരിക മുന്നേറ്റം ഉദ്ഘാടനവും മാർപ്പാപ്പ അനുസ്മരണവും നടന്നു. കരുണയും ദയയും നിറഞ്ഞ പ്രവൃത്തിയുടെ അടിസ്ഥാനം സ്നേഹമാണെന്ന് ജീവിതം കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തെളിയിച്ചെന്ന് സുനിൽ പി ഇളയിടം പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണവും നേര് സാംസ്കാരിക സമിതിയുടെ ഉദ്ഘാടനവും കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യരുടെ ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ വെറുതെ മുഴക്കമുണ്ടാക്കുന്ന ഒരു ഓട്ടുപാത്രം മാത്രമാണ് ഞാൻ. മുഴങ്ങുന്ന കൈത്താളം പോലെ, നിരർത്ഥകമായി ശബ്ദമുണ്ടാക്കുന്ന ഒരു ചെമ്പുപാത്രം പോലെ ഒന്നാണ് സ്നേഹശൂന്യമായ ഏതു ഭാഷണവും എന്ന വരിയാണ് ബൈബിളിൽ നിന്ന് തൻ്റെ ആത്മകഥയുടെ കേന്ദ്രത്തിലേക്ക് മാർപ്പാപ്പ എടുത്തു ചേർത്തിട്ടുള്ളത്. മറ്റൊന്ന് റിൽക്കെയുടെ ഒരു വരിയാണ്. റിൽക്കെയുടെ വരി നേരിട്ട് ദൈവശാസ്ത്രപരമായ ഒരു പ്രാധാന്യമുള്ള വരിയല്ല. പക്ഷേ മാർപ്പാപ്പ മുമ്പോട്ട് വയ്ക്കുന്ന, പ്രത്യേകിച്ചും ഫ്രാൻസിസ് മാർപ്പാപ്പ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വീക്ഷണത്തെ ആ വരി ഉൾക്കൊള്ളുന്നുണ്ട്. ആ വരി ഇങ്ങനെയാണ്: ദ ഫ്യൂച്ചർ എൻറ്റേഴ്സ് ഇൻ ടു അസ് സോ ആസ് ടു ട്രാൻസ്ഫോം ഇറ്റ്സെൽഫ് ഇൻ അസ് ലോങ് ബിഫോർ ഇറ്റ് ഹാപ്പൻസ്. ദ ഫ്യൂച്ചർ എൻറ്റേഴ്സ് ഇൻ ടു അസ് സോ ആസ് ടു ട്രാൻസ്ഫോം ഇറ്റ്സെൽഫ് ലോങ് ബിഫോർ ഇറ്റ് ഹാപ്പൻസ്. അരങ്ങേറുന്നതിനും ഏറെ മുൻപ് തന്നെ സ്വയം പരിണമിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാവി നമ്മിൽ ഇടം പിടിക്കുന്നു. അരങ്ങേറുന്നതിനും സംഭവിക്കുന്നതിനും ഏറെ മുമ്പ് തന്നെ ഭാവി നമ്മിൽ സന്നിഹിതമായിരിക്കുന്നു. അത് സുനിശ്ചിതമായ ഒരു വിധി എന്ന നിലയ്ക്കല്ല, സ്വയം പരിണമിക്കുന്നതിന് വേണ്ടി. ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കേണ്ട വാക്യങ്ങൾ. പുരോഗമന കലാ സാഹിത്യ സംഘം, യുവ കലാസാഹിതി, കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റി, കൊടുങ്ങല്ലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, TN ജോയ് ഫൗണ്ടേഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് നേര് സാംസ്കാരിക കൂട്ടായ്മ എന്നീ സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിൽ ഫാസിസത്തിനെതിരെ നേര് സാംസ്കാരിക കൂട്ടായ്മ പ്രവർത്തനം ആരംഭിച്ചത്. CC വിപിൻ-ചന്ദ്രൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ VS ദിനൽ, MM സജീന്ദ്രൻ, MN വിനയകുമാർ, ഡോക്ടർ PA സെയ്ദ് മുഹമ്മദ്, TK രമേശ് ബാബു, TA ഇക്ബാൽ, UK സുരേഷ് കുമാർ, സുധീഷ് അമ്മവീട്, സുധീർ ഗോപിനാഥ്, M രാഗിണി, സോമൻ താമരക്കുളം, ഉഷ മാരായിൽ, രാമൻ കളരിക്കൽ, M മനോജ് എന്നിവർ സംസാരിച്ചു. ഈ വ്യത്യാസങ്ങൾക്കുള്ളിലുള്ള ഏകതാബോധത്തെ, ഐക്യത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതിന് പകരം വ്യത്യാസങ്ങളെ പരമാവധി വലുതാക്കുകയും വ്യത്യാസങ്ങളെ വിഭജനങ്ങളാക്കി മാറ്റുകയും ആ വിഭജിതാവസ്ഥയെ അന്യോന്യമുള്ള ശത്രുതാബോധമാക്കി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഫാഷിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന തന്ത്രങ്ങളിലൊന്ന്. സമൂഹത്തിൽ ആകാവുന്നത്ര അപരവിദ്വേഷം പടർത്തുക എന്നതാണ്. ഈ അപരവിദ്വേഷം എന്ന് പറയുന്നത് നമ്മിൽ നിന്ന് ഭിന്നമായ രാഷ്ട്രീയ നിലപാടുകളുള്ളവരോട് നാം പുലർത്തുന്ന വിമർശനബോധം മാത്രമല്ല,